ഹായ് ഫ്രണ്ട്സ്, അഷ്റഫ് ചിറ്റാറിലാണ് പാലക്കാട്. വിക്രാന്ത് മാസി പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ പിടിച്ചുപറ്റിയ ചിത്രങ്ങളുമായി കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ അഭിനയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബോളിവുഡ് നടനാണ് വിക്രാന്ത് മാസി. പുതിയ ചിത്രം ദി സബർമതി റിപ്പോർട്ട് ബോക്സ് ഓഫീസിൽ ശ്രദ്ധ നേടുന്നതിനിടെയാണ് 37-ാം വയസ്സിൽ താരം അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2025 വരുന്ന ചിത്രങ്ങളായിരിക്കും അവസാന സിനിമകളെന്നും നടൻ വ്യക്തമാക്കി. 12th ഫെയിൽ, സെക്ടർ 36 തുടങ്ങിയ ചിത്രങ്ങളിലെ ഗംഭീര പ്രകടനം കൊണ്ട് കയ്യടി നേടിയ താരത്തിന്റെ വിരമിക്കലിന്റെ നെട്ടലിലാണ് ഞാനും. ആദ്യം 12th ഫെയിൽ, അത് കഴിഞ്ഞ് സെക്ടർ 36 കൂടി കണ്ടപ്പോൾ തീരുമാനിച്ചതാണ് ഇന്ത്യയിലെ എക്കാലത്തെയും മഹാനടന്മാരുടെ നിരയിലേക്ക് നടന്നെടുക്കാൻ കഴിവുള്ള വ്യക്തിയാവും വിക്രാന്ത് മാസി. ഇനിയും അഭ്രപാളികളിൽ ആ മഹാ അഭിനയ പെരുങ്കളിയാട്ടം ഒരുപാട് കാണാമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന വാർത്ത കണ്ടത്. 37-ാം വയസ്സിൽ ആ മഹാനടൻ രംഗം വിട്ടൊഴിയുന്നത് വളരെ വളരെ നിരാശയോടെയാണ് ഞാൻ വായിച്ചത്. പകരക്കാരനില്ലാത്ത അത്ഭുത പ്രതിഭ തന്റെ കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ വിടവാങ്ങൽ പ്രഖ്യാപിച്ചു? അസാധാരണമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഞാൻ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. പക്ഷേ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഭർത്താവ്, പിതാവ്, മകൻ എന്ന നിലയിൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ ഒരു അഭിനേതാവ് എന്ന നിലയിലും 2025 നമ്മൾ പരസ്പരം അവസാനമായി കാണും. അവസാന 2 ചിത്രങ്ങളും ഒരുപാട് ഓർമ്മകളുമുണ്ട്. ഒരിക്കൽ കൂടി നന്ദി. വിക്രാന്ത് മാസി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പാണിത്. സെക്ടർ 36-ൽ 1:17 മുതൽ 4:50 വരെ നീളുന്ന ആ സിനിമയിലെ പ്രഥമ രംഗം ടിവിയിൽ പ്രശ്നോത്തര മത്സരം കണ്ട് ഭാര്യയുമായി ഫോണിൽ കിന്നാരം സംസാരിച്ചിങ്ങനെ നടന്നു വന്ന് ലതാ മങ്കേഷ്കറുടെ കിത്തനെ ബൻസി സജായി രാത് കോ എന്ന പാട്ട് ടേപ്പ് റെക്കോർഡിൽ ഇട്ട് ശാന്തമായി എന്നാൽ നിഗൂഢമായ മുഖഭാവത്തോടെ അലമാരയിൽ നിന്ന് കത്തിയും വാളും എടുത്ത് കുളിമുറിയിൽ കൊന്നുകിടത്തിയ പെൺകുട്ടിയുടെ ശരീരം ഇങ്ങനെ കൊത്തിമുറിക്കുന്ന കാഴ്ച 4:40 സിനിമയിൽ ആദ്യമായി വന്ന ആ അസ്വസ്ഥപ്പെടുത്തുന്ന പശ്ചാത്തല സംഗീതത്തോട് കൂടിയുള്ള ആ രാത്രിയിലെ ലോങ് ഷോട്ട് 16-ാം മിനിറ്റിൽ തുടങ്ങി 19-ാം മിനിറ്റിൽ അവസാനിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അലി എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടിയുമായി റൂമിൽ സംസാരിക്കുന്ന രംഗം, ഇൻസ്പെക്ടറുമായി ഗേറ്റിനരികെ വന്ന് സംസാരിക്കുന്ന രംഗം, 48-ാം മിനിറ്റിലെ മറ്റൊരു രംഗം. അതൊക്കെ കഴിഞ്ഞ് 13 മിനിറ്റ് ക്ലാസിക് സീൻ. താൻ കൊന്നവരെയും കൊന്നവരെ തിന്നതും അതിൽ തൻ്റെ അമ്മാവൻ്റെ കറി വെച്ച് കഴിച്ചതും ഒക്കെ നിസ്സാരമായി പോലീസിനോട് പറയുന്ന സൈക്കോ. നിമിഷാർദ്ധങ്ങളിൽ അയാളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ. സംഭവങ്ങളിലെ ക്രൂരത വിവരിക്കുമ്പോൾ മുഖത്തെ നിസ്സാരത. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആക്ടിങ് ഞാൻ കണ്ടിട്ടില്ല. നിതാരി കൂട്ടക്കൊല സിനിമയാകുമ്പോൾ സംവിധായകൻ ആദിത്യ നിവാൽക്കർ എങ്ങനെയാണ് വിക്രാന്ത് മാസിയിൽ നിന്നും തന്നെ കറക്റ്റായി എത്തി എന്ന് അമ്പരപ്പിക്കുന്ന ഒന്നാണ്. വിധു വിനോദ് ചോപ്രയുടെ 12th ഫെയിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്പിറേഷണൽ സിനിമകളിൽ ഒന്നാണ്. മനോജ് കുമാർ ശർമ്മ എന്ന IPS ഉദ്യോഗസ്ഥൻ ആ പദവിയിൽ എത്തും മുമ്പ് കടന്നുപോയ ജീവിതം അഭ്രപാളിയിൽ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അഭിനയിക്കുന്ന ഒരു നടനെയല്ല, പകരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുമാറ് അഭിനയിപ്പിച്ച വിക്രാന്ത് മാസി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് നടന്നു കയറുകയായിരുന്നു. പിന്നാലെ സെക്ടർ 36-ൽ വന്നു 2 സംഭവ കഥകൾ. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ, ഒന്ന് നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഉദാഹരണമായ ഒരു ക്യാരക്ടർ, മറ്റൊന്ന് നിരവധി പെൺകുട്ടികളെ
കഷ്ണം കഷ്ണം കണ്ടിച്ച് ആസ്വദിക്കുന്ന സൈക്കോ. 2 അങ്ങേയറ്റത്തുള്ള കഥാപാത്രങ്ങൾ തുടർച്ചയായ മാസങ്ങളിൽ അഭിനയിച്ച് അമ്പരിപ്പിച്ച ഒരു നടൻ വിക്രാന്ത് മാസി. മിർസാപൂറിൽ തകർത്ത് അഭിനയിച്ചപ്പോഴേ മനസ്സിലായതാണ് വിക്രാന്തിന്റെ കാലിബർ. അങ്ങനെ ഒരു നടൻ കരിയറിന്റെ അത്യുന്നതിയിൽ കത്തിത്തിളങ്ങി നിൽക്കുമ്പോൾ 37-ാം വയസ്സിൽ ഞാൻ ഇനി നിർത്തുകയാണ് എന്ന് പറയുകയാണ്. സ്ക്രീനിൽ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച പുഞ്ചിരി കൊണ്ട് ഭയപ്പെടുത്തിയ വാക്കുകളുടെ അവതരണം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ വിക്രാന്ത് ജീവിതത്തിലും അമ്പരിപ്പിക്കുകയാണ്. വി എക്സ്പെക്ട് യു ആഫ്റ്റർ എ ബ്രേക്ക്, വിക്രാന്ത്. താങ്ക് യു. വീണ്ടും അടുത്ത ഒരു പുതിയ വിഷയമായിട്ട് വരാം. അഷറഫ് ചിറ്റാറി.